الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും നാം ഏവരെയും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെയും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതം വളരെയധികം ധന്യമാക്കണം എന്ന് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടെ ജീവിതം ധന്യമാക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ മധ്യ വേനലവധി അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും അത് പൊതിയാനുള്ള പേപ്പറുകളും ബാഗും മറ്റുള്ള വിദ്യാർത്ഥികൾക്കുള്ള പാഠ്യേതര വസ്തുക്കളൊക്കെ വാങ്ങി സ്കൂളുകളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങി അങ്ങനെ വിവിധ രൂപത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുസ്ലിം സമുദായം എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ എന്നുള്ള നിലക്ക് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എന്നുള്ള നിലക്ക് തീർച്ചയായും ഈ ഉമ്മത്ത് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഇസ്ലാം വലിയ പ്രാധാന്യം തന്നെയാണ് നൽകിയിട്ടുള്ളത്, സംശയമില്ല. അള്ളാഹുവിൻ്റെ കിതാബായ വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ പരിശോധിച്ചാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൽമിന്, വിജ്ഞാനത്തിന്, അറിവിന് നൽകിയിട്ടുള്ള സ്ഥാനം അത് ഏറെ വലുതാണ്. പക്ഷേ മുസ്ലിം സമുദായം ഓരോ കാലഘട്ടങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ വളരെ പിറകോട്ട് സഞ്ചരിച്ചതായി കാണാൻ വേണ്ടി കഴിയും. ചില സന്ദർഭങ്ങളിൽ പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെയും ഒക്കെ പ്രവർത്തനം അതിന് നിമിത്തമായിട്ടുണ്ടാകാം. എന്തായിരുന്നാലും ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ വളരെ ശുഭോദർക്കമായിട്ടുള്ള ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, വളർന്നു വരുന്ന തലമുറ നല്ല വിദ്യാഭ്യാസം നേടാനുള്ള ഒരു മോഹവും അവരെ നന്നായി പഠിപ്പിക്കണമെന്ന ആഗ്രഹമുള്ള രക്ഷിതാക്കളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള, വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന സംഗതിയാണ്. പ്രിയമുള്ളവരെ, ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി വിജ്ഞാനത്തിന്റെ, അറിവിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. മഹാനായ ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽമി ഫഹുവ ഫീ സബീലില്ലാഹ്. ആരെങ്കിലും അറിവ് അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ പടച്ച റബ്ബിന്റെ മാർഗത്തിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആളുകൾ അറിഞ്ഞിട്ടുള്ളത് എന്താ? വാളും കുന്തവും തോക്കും അതുകൊണ്ട് പുറപ്പെടുക, എന്നിട്ട് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുക, അതാണ് സബീലില്ല എന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്ത് മാത്രമല്ല ലോകത്തിന് നൽകിയിട്ടുള്ള അറിവ്, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽമി ഫഹുവ ഫീ സബീലില്ലാഹ്, വിജ്ഞാനം, അറിവ് അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, അവനാണ് സബീലില്ല എന്ന് പറയുന്ന ആ വിഭാഗത്തിലുള്ളത്. ഹത്താ യർജിഅ, അവൻ മടങ്ങുന്നത് വരെ, ജ്ഞാനം നേടി മടങ്ങുന്നത് വരെ റബ്ബിന്റെ മാർഗത്തിലാകുന്നു എന്ന് നബിയുടെ വചനമാണ്, നബിയുടെ ഉത്ബോധനമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെയുള്ള ഒട്ടേറെ വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ മക്കൾ, അവരെ നന്നായി പഠിപ്പിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ചുമതലയാണ്. അധ്വാനിക്കുന്ന, ജോലിക്ക് പോകുന്ന, വിദേശത്താകട്ടെ സ്വദേശത്താകട്ടെ രക്ഷിതാക്കൾ കുറെ പണം നൽകുക എന്ന് മാത്രമല്ല, ഇവിടെ കവലകൾ തോറും മുളച്ചു പൊന്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അഡ്മിഷനൊക്കെ വലിയ തുകയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമുക്കിത് പറയാൻ പറ്റുന്നത് പ്രിയമുള്ളവരെ. പക്ഷേ അത് മാത്രം പോരാ, ഈ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇന്നത്തെ പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും വിദ്യാർത്ഥിയായിട്ടുള്ള പല സുഹൃത്തുക്കളും പല യുവതലമുറയുടെ ആളുകളും കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള വാർത്തകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ട്? വ്യാപകമായ രൂപത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനം ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥി ലോകത്തിന് അറിയേണ്ടത് അറിയാതെ, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാതെ, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നിന്ന് മാതാവും പിതാവും വീട്ടിലുള്ള അംഗങ്ങളും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല സംസ്കാരം, നല്ല ബോധം, നല്ല മതബോധം മാത്രമല്ല സമൂഹത്തോട് എങ്ങനെ ഇടപെടാൻ അവന് സാധിക്കും, സമൂഹത്തോടുള്ള അവന്റെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. കുറെ ഫീസ് നൽകി, പണം നൽകി അങ്ങോട്ട് വിടുക മാത്രമല്ല, ദൈനംദിനം ഈ കുട്ടിയുടെ രക്ഷിതാവെന്നുള്ള നിലക്ക് അവന്റെ വളർച്ച, അവന്റെ പുരോഗതി അത് വിലയിരുത്താൻ, അത് ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കൂ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട്.
അറിവിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന ആൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയുടെ മധ്യയാകുന്ന നിലകൊള്ളുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ, അങ്ങനെയുള്ള ഒരു മാർഗത്തിൽ അവന് പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ബിഹി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവന്റെ പാത അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. അറിവിന്റെ മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള മാർഗമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള സംഗതിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബദറിന്റെ ചരിത്രം, ബദർ യുദ്ധത്തിന്റെ ചരിത്രം നമ്മുടെ നാട്ടിലെ ആളുകൾ കഥയായും കഥാപ്രസംഗമായും ഒക്കെ പറയാറുണ്ട്. ആളുകൾ അതിന്റെ ചരിത്രം വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ അവിടെ വളരെ മനോഹരമായിക്കൊണ്ട് ലോക മുസ്ലിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്നറിയാമോ? മുസ്ലിം സൈന്യം പിടിച്ചു വെച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളായ ബന്ധനസ്ഥർ, ആ ബന്ധനസ്ഥർക്കുള്ള മോചന ദ്രവ്യമായിട്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുള്ളത് ഓരോ ബന്ധനസ്ഥരും മുസ്ലിങ്ങളായ ആളുകൾക്ക് 10 ആളുകൾക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ മഹത്തായ ചരിത്ര പാഠം നമ്മൾ വിസ്മരിച്ചു പോയി. പ്രവാചകന്റെ വീട്ടിൽ, വഹിയിറങ്ങുന്ന വീട്ടിൽ, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അവിടുത്തെ പത്നി ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ എഴുത്തും വായനയും പഠിക്കുകയാണ്. ആരാണ് പഠിപ്പിക്കുന്നതെന്നോ? സ്വഹാബിയായിട്ടുള്ള വനിതയായിട്ടുള്ള ഷിഫ ബിൻത് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അവരതാ പ്രവാചകന്റെ പത്നിയായ ഹഫ്സ ബീവിക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും, വഖദ് ശജ്ജഅഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല തഅല്ലും, പഠനത്തിന് വേണ്ടി, പഠിക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്, അവരെ അഭിനന്ദിച്ചു എന്നുള്ളതാണ്, അവർക്ക് ഒരു പ്രേരണ നൽകി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒട്ടേറെ ചരിത്രം. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്, ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഏറ്റവും തീവ്ര വർഗീയ ഫാഷിസ്റ്റ് ശക്തികളാണ്. മുസ്ലിം സമുദായത്തിന്റെ ഉന്മൂലനാശത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സവിശേഷമായ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം, ഏറ്റവും നല്ല കോഴ്സുകൾ നൽകാൻ നമ്മുടെ രക്ഷിതാക്കൾക്കും മുസ്ലിം സമുദായ നേതൃത്വത്തിനും ഇസ്ലാമിക സംഘടനകൾക്കും ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത്, ഈ സമുദായത്തിന്റെ പ്രതാപം അത് വീണ്ടെടുക്കുവാൻ, അത് ഉയർത്തിപ്പിടിക്കുവാൻ അത് ഈ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ത്വാഹ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ 114-ാമത്തെ വചനം ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആയാണ്. ദുആ ചെയ്യണമെന്ന് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ദുആ ആരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വഖുർ റബ്ബി സിദ്നി ഇൽമാ, പറയുക, നീ ദുആ ചെയ്യുക, നീ റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബി സിദ്നി ഇൽമാ, എന്റെ നാഥ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരയണമേ എന്ന്. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവെന്ന് പറയുമ്പോൾ, പഠനമെന്ന് പറയുമ്പോൾ, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു പുതിയ പഠന വർഷം, അക്കാഡമിക് ഇയർ ആരംഭിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും, കുട്ടികൾക്ക് മാത്രമല്ല ഒരു പഠന വർഷം ആരംഭിക്കേണ്ടത്, രക്ഷിതാക്കൾക്കും മുഴുവൻ ആളുകൾക്കും ഒരു പഠന വർഷം തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കണ്ണും കാതും മനസ്സും
ഒക്കെ പരിശുദ്ധ ഖുർആനിലേക്ക് കൂടെ തിരിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ കലാമ് പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുകയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. എന്താ പറയുന്നത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഈ സമുദായത്തിലെ, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ, ഏറ്റവും നല്ല വ്യക്തികൾ അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാകുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾക്ക് വിദ്യാർത്ഥികളാകാൻ കഴിയണം. നമ്മൾക്ക് റബ്ബിന്റെ വചനങ്ങൾ, അല്ലാഹുവിന്റെ ആയത്തുകൾ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള ഒട്ടേറെ മേഖലകളുണ്ട്. ഇന്ന് ഖുർആൻ പഠിക്കാതെ പലരും, ആളുകൾക്ക് ഒരുതരം പ്രത്യേകമായ ലഹരിയിലാണ്. എന്താണ് ലഹരി എന്ന് ചോദിച്ചാൽ, ഇപ്പോ വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ, അതൊക്കെ തലയിൽ തട്ടമിട്ട ചില മതപ്രഭാഷക വേഷം അണിഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ ഉത്ബോധനങ്ങൾ അതിങ്ങനെ കേട്ട് രസിച്ച് അതിങ്ങനെ ഷെയർ ചെയ്ത് ഒരു പ്രത്യേകമായ രൂപത്തിലാണ്. അതൊന്നുമല്ല പ്രിയമുള്ളവരെ. നമ്മൾ പരിശുദ്ധ ഖുർആൻ തുറക്കണം, അത് പാരായണം ചെയ്യണം, അത് പഠിക്കണം. നിങ്ങൾ നോക്കൂ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ, യൗമുൽ ജുമുഅ എന്നാണല്ലോ വെള്ളിയാഴ്ചക്ക് അറബിയിൽ പറയുക. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ജുമുഅ. ആ സൂറത്തുൽ ജുമുഅയില് 5-ാമത്തെ സൂക്തം എന്താണ് പഠിപ്പിക്കുന്നത്? മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. എന്താണെന്നോ, ജൂത സമൂഹം ഉണ്ടായിരുന്നു. അവർക്ക് വേദഗ്രന്ഥം അല്ലാഹു നൽകി, തൗറാത്ത് എന്നാണ് അതിന്റെ പേര്. പക്ഷേ കഴുതകൾ ഗ്രന്ഥക്കെട്ടുകൾ പേറുന്നത് പോലെ അവരത് പേറി എന്നുള്ളതല്ലാതെ അത് മറിച്ചു നോക്കി, അത് വായിച്ച് പഠിച്ച് അതിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. അപ്പോ അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് ലഭിച്ചിട്ട് അത് വായിക്കാൻ നമ്മൾ തയ്യാറാകാതെ, അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകാതെ, അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താതെ മുന്നോട്ട് പോയാൽ ജൂത സമൂഹത്തെ അല്ലാഹു തആല എങ്ങനെയാണോ ഉപമിച്ചിട്ടുള്ളത് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. നിങ്ങൾ നോക്കൂ, അല്ലാഹു പറയുന്നത് ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ എന്നാണ്. എത്ര ചീത്ത എന്നാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു പഠനവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരാഴ്ചയിലെങ്കിലും ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനുള്ള അവസരം ഒരുക്കണം. നമ്മളും പഠിക്കണം. നമ്മുടെ കുട്ടികൾ മാത്രമല്ല വിദ്യാർത്ഥികൾ, നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അമല്, ആ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഇൽമുണ്ടാവണം. ഇൽമില്ലാതെ അമല് ചെയ്താൽ പല അബദ്ധങ്ങളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ജൂത സമൂഹത്തെ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തെ അല്ലാഹു അവരുടെ ന്യൂനതകൾ പറയുകയുണ്ടായി. അവരുടെ കുഴപ്പം എന്തായിരുന്നു? അവരുടെ കുഴപ്പം വിജ്ഞാനമില്ലാതെ പ്രവർത്തിക്കുക എന്നായിരുന്നു. അതാണ് സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ പരാമർശിക്കുന്നുണ്ടല്ലോ. വാലീൻ എന്നുള്ള വഴികേടിലായി പോയിട്ടുള്ള ആളുകൾ, ആ ഒരു അവസ്ഥയും നമുക്ക് പാടില്ല. അപ്പൊ വിജ്ഞാനം ഉണ്ടാകണം. ആ വിജ്ഞാനത്തോടുകൂടെയുള്ള അമലുകൾ നമുക്ക് ഉണ്ടാവണം. നിങ്ങൾ നോക്കൂ, ഇന്നുള്ള നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? വിശുദ്ധ ഖുർആൻ വായിക്കാൻ അറിയാം, പക്ഷേ വായിക്കുന്ന ആളുകൾ എത്രയുണ്ട്? ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ ബഹുദൈവ വിശ്വാസം, ബഹുദൈവ ആരാധന, അല്ലാഹുവിൽ പങ്കു ചേർക്കൽ പാടില്ല. അത് കർശനമായി വിലക്കിയിട്ടുണ്ട്. നരകത്തിലേക്ക് എത്തുന്ന പാപമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെതിരായി ആളുകൾ പ്രവർത്തിക്കുന്നു. പലിശ അത് ഹറാമാണ്, കൊടിയ പാപമാണ്, മഹാപാപമാണെന്ന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്ന് ആളുകൾക്കറിയാം. പക്ഷേ അതിനെതിരായി ആളുകൾ മുന്നോട്ട് പോകുന്നു. പാവപ്പെട്ട അനാഥ മക്കളെ ചൂഷണം ചെയ്യരുത്. അവരുടെ സമ്പത്ത് ഭക്ഷിച്ചാൽ അവരുടെ വയറിൽ അഗ്നിയാണ് നിറക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. പക്ഷേ അതും ആളുകൾ വിസ്മരിച്ചു. അങ്ങനെയാണ് മുതിർന്ന ആളുകളെ, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പക്ഷേ ഇത് വായിക്കാൻ അറിയുന്ന, പഠിക്കാൻ അറിയുന്ന ആളുകൾ അതിനെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊന്നും തന്നെ പാടില്ല.
അതൊക്കെ ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ അഹ്ലി കിതാബിന്റെയൊക്കെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അനുയായികൾ അങ്ങനെയുള്ള തെറ്റായ സ്വഭാവത്തിന്റെ ആളുകൾ ആയിക്കൂടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, പ്രവാചകനെ നിയോഗിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 3-ാം അധ്യായമായ സൂറ ആലു ഇംറാൻ, അതിലെ 164-ാമത്തെ വചനം, അത് പറയുന്നത് എന്താ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലാ. അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ അനുഗ്രഹം ചൊരിഞ്ഞത്? അനുഗ്രഹം ചൊരിഞ്ഞത് ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ അവർക്ക് ഒരു റസൂലിനെ നിയോഗിച്ചു എന്നുള്ളതാണ്. ആ റസൂല് ചെയ്യുന്നത് എന്താ? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ പാരായണം ചെയ്യുന്നു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ സംസ്കരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ, കിതാബുല്ലാഹ്, അത് പഠിപ്പിക്കുന്നു, പാരായണം ചെയ്യുന്നു. അതാണ് പ്രവാചകന്റെ ദൗത്യം. അത് വലിയ അനുഗ്രഹമാണെന്ന് ഖുർആൻ പറയുന്നു. പക്ഷേ മുസ്ലിം സമുദായമാണെന്ന് പറയുന്ന നമ്മൾ, ഖുർആനിന്റെ അഹ്ലുകാരാണെന്ന് പറയുന്ന നമ്മൾ, ആ ഒരു അനുഗ്രഹത്തെ കുറിച്ച് ബോധവാന്മാരാണോ? പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നമ്മുടെ സമുദായത്തിന്റെ, ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? ഖുർആനിൽ നിന്ന് ഖുർആൻ പറയുന്നത് ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ, അതിനുവേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളതെന്ന. ആ ഖുർആൻ നന്നായി പഠിക്കുന്ന ഒരാൾക്ക് മൂഢവിശ്വാസം, അന്ധവിശ്വാസം ഉണ്ടാവുകയില്ല. നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾ പോലും കഴിഞ്ഞ ദിവസം മന്ത്രിമാർക്ക് കാറുകൾ വിതരണം ചെയ്തപ്പോൾ, 1 മുതൽ 20 വരെയുള്ള കാറുകൾ വിതരണം ചെയ്തപ്പോൾ 13 ആരും സ്വീകരിക്കാൻ തയ്യാറല്ല. 13-ാം നമ്പർ കാർ ആരും സ്വീകരിക്കാൻ തയ്യാറല്ല. എന്താ കാരണം? അത് സ്വീകരിച്ചാൽ അത് അശുഭമാണ്, അത് അപലക്ഷണമാണ്, അത് അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ള അന്ധവിശ്വാസമാണ് വലിയ ഡിഗ്രികളും വലിയ നേതൃത്വ പാഠവുമൊക്കെയുള്ള ആളുകൾ ആ ഒരു അന്ധവിശ്വാസത്തിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് അങ്ങനെയുള്ള അന്ധവിശ്വാസം ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പറയും പ്രബുദ്ധ കേരളമെന്ന്. പക്ഷേ എന്താണ് ഈ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ? ബോധമുള്ള, നല്ല ഉണർവുള്ള മനസ്സിനാണ് പ്രബുദ്ധ മനസ്സ് എന്നൊക്കെ പറയാറുള്ളത്. നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്താ? വിജ്ഞാനത്തെക്കുറിച്ച്, അറിവിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ മിസ്ഡ് കോൾ, പ്രണയത്തെക്കുറിച്ചുള്ള വ്യാപകമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ബന്ധങ്ങളാൽ കുടുംബങ്ങൾ ശിഥിലീകരിച്ച വാർത്തകൾ അടിക്കടി ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പാഠം ഉൾക്കൊള്ളാത്ത ജനതയായിക്കൊണ്ട്, ഒരു അറിവുമില്ലാത്ത ജനതയായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ അകറ്റാൻ നമ്മളേത് പഠനം സ്വീകരിക്കുമ്പോഴും അള്ളാഹുവിന്റെ കിതാബ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, അതിൽ നിന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, തിന്മകളിൽ നമുക്ക് മാറാൻ വേണ്ടി കഴിയുകയുള്ളൂ. മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് നമുക്ക് അതിനുള്ള തൗഫീഖ് തന്ന് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ അനാം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം വിദ്യാലയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ധാരാളം കുട്ടികൾ കലാലയങ്ങളിലേക്ക് പോകുന്നു. അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. പക്ഷേ തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിന്മകൾക്ക് തടയിടണമെങ്കിൽ ഒരു കറകളഞ്ഞ ദൈവികമായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ രൂപപ്പെടണമെങ്കിൽ
പരിശുദ്ധ ഖുർആനിന്റെ പഠനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ ഭാര്യയാണ്, റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവര് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ പ്രഭാതത്തിൽ ഒരു ദിവസത്തിലെ കർമ്മത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് സുബഹിയൊക്കെ നമസ്കരിച്ചു കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബലാ. ഇമാം തുർമുദി സഹീഹായ സനദോടുകൂടെ ഉദ്ധരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയാണത്. വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. ഒരുപാട് ആശയങ്ങൾ നമുക്കത് പറഞ്ഞു തരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായിട്ടുള്ള വിജ്ഞാനം ഞാൻ നിന്നോട് തേടുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഉപകാരമില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത ഒരുപാട് വിജ്ഞാനം കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ, ഓരോ പ്രദേശങ്ങളിൽ, ഓരോ രാജ്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉപകാരമുള്ള, ഭൗതികമാകട്ടെ പാരത്രികമാകട്ടെ, ഉപകാരപ്രദമായിട്ടുള്ള വിജ്ഞാനമാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. അത് ലഭിക്കാനാണ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ. വറിസ്ഖൻ ത്വയ്യിബ, വിശിഷ്ടമായ നല്ല ഉപജീവന മാർഗം, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത ഭക്ഷണവുമുണ്ട് എന്നർത്ഥം. നല്ലതല്ലാത്ത ഭക്ഷണം ഒരിക്കലും പാടില്ല. മുസ്ലിമായ ഒരു മനുഷ്യന് അത് പാടില്ല. അത് ഹറാമിലൂടെ സമ്പാദിച്ചതാവട്ടെ, എങ്ങനെയുള്ളതാവട്ടെ. വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല, സ്വീകാര്യയോഗ്യമായിട്ടുള്ള അമല് അതായിരിക്കണം നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യും, പക്ഷേ അതെല്ലാം സ്വീകരിക്കാതെ പോകും. അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ സ്വീകരിക്കാനുള്ള നിബന്ധനകൾക്കനുസൃതമായിക്കൊണ്ടുള്ള ആ ഒരു കർമ്മ സ്വഭാവം നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, സല്ലല്ലാഹു ഇൽമൻ നാഫിഅ വതഅവ്വദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ. അതായത് നിങ്ങൾ അല്ലാഹുവിനോട് തേടുക ഉപകാരപ്രദമായ വിജ്ഞാനത്തെ, നാഫിആയ ഇൽമിനെ നിങ്ങൾ അല്ലാഹുവിനോട് തേടുക. വതഅവ്വദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് വളരെ പ്രസക്തമാണ്. നമ്മുടെ കലാലയങ്ങളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ അടുക്കൽ പല വിജ്ഞാനങ്ങളും ഒരിക്കലും ഭൗതികമാകട്ടെ പാരത്രികമാകട്ടെ ഉപകാരമല്ലാത്ത വിജ്ഞാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഓർമ്മപ്പെടുത്തുകയാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم إذا مات ابن آدم انقطع عمله إلا من ثلاث. മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാതും നിശ്ചലമാകും, നിന്നു പോകും. എന്താണ് ആ 3 കാര്യങ്ങൾ? അത് തുടർന്നുകൊണ്ടേയിരിക്കും. സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച വചനമാണ്. ഒന്ന് സ്വദഖത്തുൻ ജാരിയ എന്നുള്ളതാണ്, നിലനിൽക്കുന്ന സ്വദഖയാണ് പ്രിയമുള്ളവരെ. മറ്റൊന്ന് ഉപകാരപ്രദമായ ജ്ഞാനമാണ്. മറ്റൊന്ന് തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്തതിയാണ്. അപ്പോൾ ഉപകാരപ്രദമായ ജ്ഞാനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുണ്ട് എങ്കിൽ നമ്മുടെ പ്രയത്ന ഫലമായി കൊണ്ട് ഉപകാരപ്രദമായിട്ടുള്ള വിജ്ഞാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടാലും
അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നൽകി അവരെ ഇസ്ലാമിക സംസ്കാരമുള്ളവരാക്കി വളർത്തുവാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും തിന്മകളും റബ്ബേ നിന്റെ മഹത്തായ ഫള് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, ക്യാൻസർ രോഗം, കിഡ്നി സംബന്ധമായ പ്രശ്നം, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നിന്റെ റഹ്മത്ത് പ്രദാനം ചെയ്യണമേ. അവരുടെ മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് മരണമടയുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والكافرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.